അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ അൽഹംദുലില്ലാ കടന്നിരിക്കുന്നു. നാളെ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. മാത്രമല്ല, നമുക്ക് ഇന്ന് അറഫ രാവാണ്. അതായത് ഇന്ന് വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി കിടക്കുന്ന ഈ സമയം നമുക്കെന്താണ് അറഫ രാവാണ്. നാളെയാണ് നമുക്ക് അറഫ ദിനം. നാളെ വെള്ളിയാഴ്ച അറഫ ദിനമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മുടെ ഹാജിമാർക്ക് ഇന്നായിരുന്നു അവിടെ അറഫ. ഇതൊക്കെ നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ വിശദമായി നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് അവർക്ക് അറഫ ദിനമായിരുന്നു. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഹാജിമാരെല്ലാം പെരുന്നാൾ രാവിലേക്ക്, ഹാജിമാരെന്ന് പറഞ്ഞാൽ ഹാജിമാരും ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അവർ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി അവർ പെരുന്നാൾ രാവിലേക്ക് കിടക്കുന്നു. നാളെ വെള്ളിയാഴ്ച അവർക്ക് ബലിപെരുന്നാളാണ്. വെള്ളിയാഴ്ചയുമാണ്, നാളെ ബലിപെരുന്നാളുമാണ്. ഒരാൾ സംശയം ചോദിച്ചിരുന്നു, ഉസ്താദേ, ഈ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ചയായാൽ ജുമാ നിസ്കാരം നിർബന്ധമുണ്ടോ? പെരുന്നാൾ നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ പോരെ എന്നൊരാൾ ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, പെരുന്നാൾ ദിവസം ഏത് ദിവസം വന്നാലും, അത് വെള്ളിയാഴ്ചയാവട്ടെ ഏത് ദിവസമാണെങ്കിലും അന്നത്തെ നിസ്കാരവും നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ പെരുന്നാൾ ദിവസം, ഈ ബലിപെരുന്നാൾ ദിവസം നാളെ വെള്ളിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിൽ, അവർക്ക് പെരുന്നാൾ നിസ്കാരം രാവിലെയുണ്ട്, അതുപോലെ തന്നെ ഉച്ചക്ക് ജുമാ നിസ്കാരവുമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നാളെ അൽഹംദുലില്ലാ അറഫ ദിനമാണ്. ഇന്ന് നമുക്ക് പുണ്യമായ അറഫ രാവാണ്. മാത്രമല്ല, ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവുമാണ്. നമുക്കിന്ന് ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന അമലുകളെല്ലാം നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ച് ഒരുപാട് ദിക്റുകൾ പറയാനുണ്ട്. വെള്ളിയാഴ്ച രാവായതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട രാവാണ്. പിന്നെ അറഫ ദിനത്തിൻ്റെ പകലിലും രാവിലുമായിട്ട് നമ്മൾ പ്രത്യേകമായി പറയേണ്ട ചില ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം, ഇനിയുള്ള ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ഈ പുണ്യമായ അറഫ രാവിൻ്റെ എല്ലാ പോരിശകളും കിട്ടാൻ, നാളത്തെ അറഫ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും ചൊല്ലാം. ആദ്യമായിട്ട് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. വേറെ ഒരു സ്വലാത്തുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഓർമ്മകൾ തിങ്ങി നിറയുന്ന സമയങ്ങളാണ് ഈ ഹജ്ജും അതുപോലെ ഉദ്ഹിയ്യത്തൊക്കെ. അപ്പോൾ നാളെ അറഫ ദിനമാണ്. അറഫ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ നാട്ടിലുള്ള ആളുകൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളിലും സ്വലാത്തുകളിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ ഇബ്രാഹിം നബിക്ക് വേറൊരു സ്വലാത്തിനും അങ്ങനെയില്ല. എല്ലാ സ്വലാത്തിനും നബിതങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വലാത്താണെങ്കിൽ ഈ സ്വലാത്തിൽ നബിക്കും നബിതങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും ഒക്കെയായി 5 വിഭാഗം ആളുകൾക്ക് ഒന്നിച്ച് അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും സമാധാനവും കിട്ടണേ എന്ന് ദുആരക്കുന്ന പുണ്യമായ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതായത് നാളെ അറഫ ദിനമാണ്. അറഫ ദിനം എന്ന് പറഞ്ഞാൽ പകലുകളുടെ നേതാവാണ് അറഫ ദിനം. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിനം. ആ വെള്ളിയാഴ്ച ദിനത്തിൽ അതിൻ്റെ രാവിൽ സ്വലാത്തുകളുടെ നേതാവാകുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതാ ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല ഈ അറഫ രാവിൻ്റെ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മുഴുവൻ പോരിശകളും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവെ മാറ്റിത്തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് പറയുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇബ്രാഹിമിയ സ്വലാത്ത് പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച, ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച രൂപമുണ്ട്. ആ രൂപത്തിൽ നമുക്കൊന്ന് ചൊല്ലാം. അപ്പോൾ ഇതിനകത്ത് പല സയ്യിദിനാന്ന് ചേർക്കും, അതുപോലെ തന്നെ ചില സ്ഥലത്ത് സയ്യിദിനാന്ന് ചേർക്കില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, കുഴപ്പമില്ല. ആ ലഫ്ളുകളൊക്കെ ഒന്ന് വന്നാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ക്രീനിൽ കാണാം. ആ രൂപത്തിൽ നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്നിച്ച് ചൊല്ലാം.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെ അറഫ ദിനമാണ് അല്ലേ? അൽഹംദുലില്ലാ. അറഫ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അറഫ നോമ്പാണ്. യുകഫിറുസ് സനത്തൽ മാദിയ വൽ ബാക്കിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതല്ലേ നമുക്ക് വേണ്ടത്? കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ, ഈ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ ഈ വരാനിരിക്കുന്ന ഒരു വർഷം ജീവിച്ചിരിക്കട്ടെ. അപ്പോൾ ഈ നോമ്പ് പിടിച്ചാൽ ഒരു വർഷം നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പോലും ഉലമാക്കൾ പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു നോമ്പാണ് അറഫ നോമ്പ്. ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്ക് അറഫ നോമ്പിന്റെ നിയത്ത് വെക്കാം. എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചോ, ഇപ്പം തന്നെ ഉമ്മമാർ വെച്ചോ. അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു, ഒരു നിയത്തായി. രണ്ടാമത്തെ നിയത്ത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മൂന്നാമത്തെ നിയത്ത്, റമളാനിൽ ഖളാ ആയി പോയ ഒരു ഫർളായ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയത്ത് നമുക്ക് വെക്കാൻ പറ്റും.
കേട്ടോ, 3 നിയ്യത്ത്. ഇനി നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉമ്മമാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരമൊക്കെ വന്നു കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് ഖളാ ആയി പോയ അറഫ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ പകലിൽ കഴിയുന്നതുപോലെ ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക. ഇനി ഈ അറഫ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ മഗ്രിബ് കഴിഞ്ഞ് ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇനി നമ്മൾ കടക്കുന്നത് നാളെ സുബഹി നിസ്കാരത്തിലേക്കാണ്, അല്ലെ? വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിലേക്കാണ്. ഈ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ച അറഫാ ദിനം. അറഫാ ദിനത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതു മുതൽ പിന്നെ ളുഹർ, പിന്നെ അസർ, മഗ്രിബ്, അങ്ങനെ പിന്നെ പെരുന്നാൾ ദിവസം. 1-ാം പെരുന്നാൾ ശനിയാഴ്ച, 2-ാം പെരുന്നാൾ ഞായറാഴ്ച, 3-ാം പെരുന്നാൾ തിങ്കളാഴ്ച, 4-ാം പെരുന്നാൾ ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ഫർളായ സുന്നത്തായ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത സമയത്തും തക്ബീർ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തക്ബീർ നമ്മൾ പറഞ്ഞു തുടങ്ങുക. നിസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം, ചുരുങ്ങിയതെങ്കിലും 3 വട്ടമെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് പറയണം കേട്ടോ. പള്ളിയിലൊക്കെ പറയും, ഉമ്മമാര് വീട്ടിൽ നിസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ പറയാൻ മറന്നു പോകരുത്. പിന്നെയോ ഉളഹിയത്തിന്റെ മൃഗത്തെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ തക്ബീർ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു ദുആയിലേക്ക് കടക്കാം. എന്താണ് ഈ ദുആ? അതായത് ഈ ഒരു അറഫ രാവ് എന്ന് പറഞ്ഞാൽ അറഫ രാവും പകലും ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നും ആളുകളെ അല്ലാഹു തആല മോചിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്ന ഒരു ദിനമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നരകമോചനം കിട്ടാൻ, സ്വർഗ്ഗപ്രവേശനം കിട്ടാൻ നമുക്ക് ഒരു ദുആ നമുക്ക് അല്ലാഹുവിലേക്ക് ചെയ്യണം. ഏതാ? അറഫ രാവിൽ അറഫ പകലിൽ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار. അടുത്തതായി വിശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാത്ത സൂറത്ത് തൗബ, അല്ലെ? ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ട്. വലിയ മഹത്വമുള്ള 2 ആയത്തുകളാണ്, അല്ലെ?
ആ ആയത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അത് അവനിക്കൊരു പിടിവള്ളിയാണ്. എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള വലിയൊരു പിടിവള്ളിയാണ്, വലിയൊരു കാവലാണ് ഈ 2 ആയത്തുകൾ. പ്രത്യേകിച്ച് വിശുദ്ധമായ അറഫ രാവിലും പകലിലും ഒക്കെയായി ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഈ 2 ആയത്തുകൾ ഇൻഷാ അള്ളാഹ് അധികരിപ്പിക്കണം. നമുക്കൊന്ന് ഓതിയാലോ? ഇൻഷാ അള്ളാഹ് എല്ലാവരും കൂടെ ഓതിക്കോ. നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അവർക്ക് വലിയ പ്രതിഫലമാണ് ഇൻഷാ അള്ളാഹ്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയുള്ള ആ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്, അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ദുആ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ എന്ന് പറഞ്ഞാലോ, അവരുടെ ഹജ്ജ് സ്വീകരിക്കണം, അവരുടെ ഉംറ സ്വീകരിക്കണം, അവരുടെ സിയാറത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്കൊന്ന് പറയാം. അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്.
അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയൊക്കെ ദുആരക്കും ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആരുന്നാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ.
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ, അല്ലെ? നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ ഒഫാറായ സത്താറായ അള്ളാഹുവിനോട്, അല്ലെ, എല്ലാം പുറത്തു തരുന്ന റബ്ബ് അവൻ അള്ളാഹു താല നമ്മളെന്ത് തെറ്റ് ചെയ്താലും, അല്ലെ, ഷിർക്കൊഴികെ ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാലോ അള്ളാഹിനോട്, അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഇസ്തിഗ്ഫാറായിട്ട് നമുക്ക് പറയാം. പറഞ്ഞു: അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രചിച്ച ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിലും അതുപോലെ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവൻ സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം എന്നാണ് മഹാനവറുകൾ എണ്ണം പറഞ്ഞത്, 200 വട്ടം എന്നാണ്. അത്രമാത്രം പ്രാവശ്യം അവൻ ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിയാൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അവന്റെ പ്രതിസന്ധികൾ മാറും, അവന്റെ ഈമാൻ സലാമത്താവും, അവന്റെ ഈമാൻ പാറ പോലെ ഉറക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഒരു മനുഷ്യൻ അവൻ്റെ ഈ ദുന്യവിയായ ലോകത്തിലെ ജീവിതം, നമ്മുടെ ജീവിതം, നമുക്ക് അല്ലാഹു തആല ചിലപ്പോൾ ഒരുപാട് നിഅമത്ത് തരും, ചിലപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനും, അതുപോലെ നിഅമത്തുകൾ വരുമ്പോൾ അമിത ആഹ്ലാദം കാണിച്ച് അള്ളാഹുവിലേക്ക് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും, വിഷമ പ്രയാസങ്ങൾ മാറാനും, അതുപോലെ തന്നെ ആഖിറത്തിൽ വലിയ കൂലി കിട്ടാനും ഒക്കെയായി എല്ലാത്തിനുമുപരി സ്വർഗപ്രവേശനം കിട്ടാൻ വേണ്ടി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുണ്യമായ ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കൊന്ന് പറയാം. ഈ രാവിലും നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين
അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അൽഹംദുലില്ലാഹ്, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. അർഹമുർറാഹിമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ അറഫയുടെ രാവിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. പുണ്യമായ രണ്ടാമത്തെ ദുൽഹിജ്ജ മാസത്തിന്റെ വെള്ളിയാഴ്ച അല്ലാഹുവേ, അതിന്റെ രാവിലാണുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. നാളെ അറഫയുടെ ദിനമാണ്. റബ്ബേ, ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹു, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്. എല്ലാം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അറഫ ദിനത്തിന്റെ മുഴുവൻ പുണ്യങ്ങളും നൽകണേ അല്ലാ. അല്ലാഹുവേ, അറഫ രാവിലും അതിന്റെ പകലിലുമായി ഒരുപാട് റഹ്മത്ത് ഇറങ്ങുമെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിന്റെ റഹ്മത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന വാപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഉമ്മമാര്, സഹോദരിമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഇനി അവർക്ക് വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിന്റെ താഴെ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞോ, ഇന്നലെയും ദുആ ചെയ്യാൻ പറഞ്ഞവരും മിനിഞ്ഞാന്നും ഒരുപാട് ക്ലാസ്സുകളുടെ താഴെ അല്ലാഹുവേ കമന്റായി ദുആ വസിയത്ത് എഴുതുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, അവരെ നീ അല്ലാഹുവേ മടക്കി കളയല്ലേ അല്ലാ. വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. അവര് ചോദിച്ചത് എന്താണോ അത് നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ, നാളത്തെ പകൽ ഞങ്ങൾ പിടിക്കുന്ന നോമ്പ് എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളുടെ ഹാജിമാര്, അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് അല്ലാഹുവേ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നാളത്തെ നോമ്പിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ
അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. മഴ മൂലം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങള്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ കാണുന്നവനാണ്. ആ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത് അദാബിന്റെ മഴയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുന്നു. അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ മഴയില്ലാത്ത നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഹാജിമാർ, അവരൊക്കെ വലിയ ചൂടിലാണ്, വലിയ പ്രയാസത്തിലാണ് കഴിയുന്നത്. അവർക്കൊക്കെ നല്ല റഹ്മത്തിന്റെ മഴ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമുണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു പ്രയാസമാണ്, കടമാണ് ഉസ്താദേ. കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള, 1 രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്. ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ, അത് ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഈദുൽ ഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാര്, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ
മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഉലുവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊന്നും അറിയാത്ത ചില ആളുകൾ പെട്ടെന്ന് ചിന്തിക്കും, ഉസ്താദ് ഉലുവയോ? ഉലുവ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വസ്തുവല്ലേ. അത് നമ്മുടെ ഈ ചാനലിൽ പറയേണ്ട കാര്യം എന്താ? അത് സ്ത്രീകൾ വീട്ടിൽ ഉപയോഗിക്കുന്നൊരു വസ്തുവല്ലേ, ചെറിയൊരു വസ്തുവല്ലേ, പാചകത്തിന് വേണ്ടി അല്ലേ, താളിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവല്ലേ. നമ്മുടെ ഈ ചാനൽ പാചകത്തിൻ്റെ ചാനലൊന്നും അല്ലല്ലോ, ഉസ്താദ് എന്താ പാചകമാണോ പറയുന്നത് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി നിന്നും മാറുന്നതല്ല. കാരണം ഉലുവക്ക് അത്രമാത്രം മഹത്വവും അതിൻ്റെ നേട്ടങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാത്തവർ ഒരുപാട് പേരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ ഈ ഉലുവയുടെ മഹത്വം, ഉലുവയുടെ നേട്ടങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഉലുവ വാങ്ങുമെന്നാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ഡപ്പിയിൽ നമ്മൾ വാങ്ങി വെക്കുന്ന ഒരു സാധനമാണ് ഉലുവ. അതിൻ്റെ നേട്ടം നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും. കാരണം അത്രമാത്രം നേട്ടങ്ങളുണ്ട്. ഉലുവയുടെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഉലുവയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ച നടത്തി, അത് എങ്ങനെ ഉപയോഗിക്കണം, ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കുപയോഗിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞൊരു വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.